അടുത്ത ബയോമോളിക്യൂളാണ് വിറ്റാമിൻസ്. അപ്പോൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് എന്താണ്? ദേ ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡയറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഡെഫിഷ്യൻസി ഡിസീസസ് വരും. ഇതിൻ്റെ അഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ റോള് പ്ലേ ചെയ്യുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്ന വേർഡ് വിറ്റാമിൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആ വേർഡ് വൈറ്റൽ അമീൻസ് എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. വൈറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും അമീൻസ് എന്നുള്ള ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആദ്യകാലത്ത് കണ്ടുപിടിച്ചിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ അതിലൊക്കെ അമീൻ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ വൈറ്റമീൻ എന്ന് നമ്മൾ എഴുതി. പക്ഷേ ലേറ്റർ ഓൺ നമുക്ക് മനസ്സിലായി എല്ലാ വിറ്റാമിൻസിലും ഈ അമീൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവസാനത്തെ ഈ ഇ എന്നുള്ളത് നമ്മൾ കളഞ്ഞിട്ട് വിറ്റാമിൻ എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇനി ഈ വിറ്റാമിൻസിന് ഏതൊക്കെയാണ്? A, B, C, D, E and K. ഇത്രയും വിറ്റാമിൻസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടണത്? ഓരോ നമ്മൾ കഴിക്കുന്ന സീരിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെയാണ് നമുക്ക് ഈ വിറ്റാമിൻസ് നമ്മുടെ ഡയറ്റിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. ഈ ശരീരത്തിലേക്ക് കിട്ടുന്ന ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവും. ഇനി ഈ വൈറ്റമിൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിഫൈ ചെയ്യണത് അത് വാട്ടറിൽ സോല്യൂബിൾ ആവോ ഇല്ലേ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്നും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽസിൽ സോല്യൂബിൾ ആണ്. അതായത് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. ഈ വൈറ്റമിൻസ് ഫാറ്റ് അല്ലെങ്കിൽ ഓയിലിനാണ് സോല്യൂബിൾ, വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. ഏതൊക്കെയാ? A, D, E, K. വൈറ്റമിൻ A, D, E and K ആർ എക്സാമ്പിൾസ് ഫോർ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. ഇനി ഇതെവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ ലിവറിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ലിവറിൽ അതുപോലെ തന്നെ ആഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ആഡിപ്പോസ് ടിഷ്യൂസിലൊക്കെയാണ് ഈ വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അതായത് വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ. അപ്പോൾ ഈ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ ആണ് B and C. വൈറ്റമിൻ B കോംപ്ലക്സ് അതിൽ തന്നെ കുറേ വൈറ്റമിൻസ് ഉണ്ട്. B കോംപ്ലക്സും അതുപോലെ വൈറ്റമിൻ സിയും ഒക്കെ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ ആണ്. ഈ വാട്ടർ സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ 80% വാട്ടർ ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻസ് നമ്മൾ ഫുഡിലൂടെ ഡയറ്റിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വാട്ടറിൽ അത് ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് സപ്ലിമെൻറ്റ് ചെയ്യണം, റെഗുലർ ആയിട്ട് ഇത് സപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ B, C പോലെയുള്ള വൈറ്റമിൻസിൻ്റെ പ്രത്യേകത എന്താണ്? അത് വാട്ടർ സോല്യൂബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ B and C കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ വൈറ്റമിൻ B അല്ലെങ്കിൽ C വരുന്ന ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം. വൈറ്റമിൻ C വരുന്ന ഫുഡ് ഐറ്റംസ് ഇതേപോലെ സിട്രിക് ആയിട്ടുള്ള പുളിപ്പ് രസമുള്ള എല്ലാത്തിലും വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ Bയും Cയും റെഗുലർ ആയിട്ട് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും. ഓക്കെ. ഇനി നമുക്ക് ഓരോ വൈറ്റമിൻസും അതിൻ്റെ കെമിക്കൽ നെയിം, ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്കത് കിട്ടണത്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഓരോ വൈറ്റമിൻസും അതിൻ്റെ സോഴ്സും ഡെഫിഷ്യൻസി ഡിസീസസും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻസ് ഒക്കെ വൈറ്റലായിട്ടുള്ള അമീൻസ് ആയതുകൊണ്ടാണ് അതിനെ വൈറ്റമിൻസ് എന്ന് പേരിട്ടത്. പക്ഷേ ലേറ്റർ സ്റ്റഡീസ് കണ്ടെത്തി എല്ലാം അമീൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ എന്ന് മാത്രമാക്കി അവസാനത്തെ ഇ എന്നുള്ളത് കളഞ്ഞു.
പിന്നെ അതിൻ്റെ അഭാവം മൂലം, അതായത് വൈറ്റമിൻസ് വേണ്ട അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, വളരെ കുറച്ചേ ആവശ്യമുള്ളൂ, പക്ഷേ അത് ആ വേണ്ട അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ആദ്യത്തെ വൈറ്റമിൻ എ, അതിൻ്റെ സോഴ്സ് നമുക്കറിയാം, ക്യാരറ്റ്, ബട്ടർ, മിൽക്ക് ഒക്കെയാണ് വൈറ്റമിൻ എയുടെ സോഴ്സ്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം സീറോ ഓഫ് താൽമിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. സീറോ ഓഫ് താൽമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർണിയൊക്കെ ഡ്രൈ ആവുന്ന ഒരു ഡിസീസാണ്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. അതുപോലെ അടുത്തതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. ബിയിൽ തന്നെ കുറേ ഉണ്ട്. വൈറ്റമിൻ B1 സോഴ്സ് ഈസ്റ്റ്, മിൽക്ക്, ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെയാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറി. വൈറ്റമിൻ B2 സോഴ്സ് മിൽക്ക്, എഗ് വൈറ്റ്, ലിവർ ഒക്കെ വൈറ്റമിൻ B2 സോഴ്സാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് കീലിയോസിസ്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡർ. അടുത്താണ് വൈറ്റമിൻ B6 സോഴ്സാണ് ഈസ്റ്റ്, മിൽക്ക്, എഗ് യോക്ക്, സിറിയൽസ് ഒക്കെ. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് കൺവൽഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. വൈറ്റമിൻ B12 ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. B12 കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഒരേ ഒരു വൈറ്റമിൻ, മെറ്റൽ അടങ്ങിയിട്ടുള്ള ഒരേ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഏതായിരുന്നു? കൊബാൾട്ട്. സൈനോ കൊബാലമീനാണ് വൈറ്റമിൻ B12. കൊബാൾട്ടാണ് അതിലുള്ള ട്രാൻസിഷൻ മെറ്റൽ. അതിൻ്റെ സോഴ്സാണ് മീറ്റ്, ഫിഷ്, എഗ്ഗ്, കേർഡൊക്കെ വൈറ്റമിൻ B12 സോഴ്സാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് പെർനീഷ്യസ് അനീമിയ, അതായത് RBC കൗണ്ട് കുറയുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് വിറ്റാമിനാണ് വൈറ്റമിൻ സി. സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് സ്കർവി. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം, സൺഷൈൻ വിറ്റമിൻ എന്ന് പറയുന്ന അറിയപ്പെടുന്നതാണ്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ്, എക്സ്പോഷർ ടു സൺലൈറ്റ്. പിന്നെ ഫിഷ്, എഗ് യോക്ക്, അതിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളിലൊക്കെ കുട്ടികളുടെയൊക്കെ എന്താ പറയുക, ബോൺസ് വീക്കൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോൺസ് പൊട്ടിപ്പോകുന്ന ഇതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത് അഡൽട്സിന് ഉണ്ടാവുന്നതാണ്. അവരുടെ ബോൺസ് സോഫ്റ്റ് ആവുകയും പൊട്ടിപ്പോവുകയും ചെയ്യുന്ന അസുഖമാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്. അടുത്തതാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ മെയിൻ സോഴ്സാണ് വെജിറ്റബിൾ ഓയിൽസ്, വീറ്റ് ഗ്രാം ഓയിൽ, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ വൈറ്റമിൻ ഇയുടെ സോഴ്സാണ്. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കാരണം മസ്കുലാർ വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ഈ വൈറ്റമിൻ ഇയിലാണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് വൈറ്റമിൻ കെ, അല്ലെങ്കിൽ പണ്ടത് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് അതിനെ കെ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെയാണ് ഇതിൻ്റെ സോഴ്സ്. വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ബ്ലഡ് ക്ലോട്ട് ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ക്ലോട്ടിംഗ് ടൈം ഓഫ് ദ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുക. അപ്പോൾ ഇത്രയും ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ഈ വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പം വൈറ്റമിൻസ് പ്ലേ എ വൈറ്റൽ റോൾ. നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വൈറ്റമിൻസ് വഹിക്കുന്നത്.